ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു അടിപൊളി ക്ലീനിങ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് കുക്കിംഗ് ജോലി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലുള്ള സിങ്ക് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാനൊക്കെയാണ് നമ്മൾ കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാൻ കറ പിടിച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ കിച്ചൺ സിങ്കൊക്കെ പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ നമ്മുടെ വീട്ടിൽ കുറച്ച് ക്ലോറക്സ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മൊത്തം എല്ലാ ടിപ്സും ഞാൻ ക്ലോറക്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കുക്കിംഗ് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചെയ്യുന്ന പണിയാണ് നമ്മുടെ കിച്ചൺ സിങ്ക് ഒന്ന് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദിവസം തേച്ച് കഴുകിയാലും അതിൽ കുറേ ഇതുപോലെ പറ്റി പിടിച്ച കറകളൊക്കെ ഉണ്ടാകും. അതൊക്കെ എത്ര വരച്ചാലും നമ്മൾ ഡിഷ് വാഷർ ലിക്വിഡ് ഇട്ട് വരച്ചാലും ഇന്ന് ക്ലീൻ ആവില്ല. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, ഒരു കറ പിടിച്ച പോലെ ഉണ്ടാവും. എന്തെല്ലാം ചെയ്ത് നോക്കിയാലും അത് അതുപോലെ തന്നെയാണ്. പിന്നെ ബേക്കിംഗ് സോഡയും വിനെഗറൊക്കെ ഇട്ടിട്ട് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇത്ര ഒരു എഫക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് സോപ്പ് പൊടി എടുക്കും, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കും. എന്നിട്ട് അതിലോട്ട് കുറച്ച് ക്ലോറക്സും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. ഇത്തിരി വെള്ളവും ഇത്തിരി ക്ലോറക്സുമാണ് എടുക്കുക. അപ്പോൾ ആദ്യം ക്ലോറക്സ് ആണ് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ക്ലോറക്സ് ഒഴിച്ചാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത്രയും ഒരു അളവിലാണ് വേണ്ടത്. ഇത് നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ബാത്റൂം വരക്കാനും ഒക്കെ യൂസ് ചെയ്യാം. ടൈല് ക്ലീൻ ആക്കാനൊക്കെ ടൈല് പിടിച്ച കറൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ച് കഴുകാം. ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സിങ്കിലൊക്കെ വര വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇത് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകുന്നു വേണം. ഇതൊന്ന് ഉരച്ച് എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. നമ്മൾ കഴുകുന്നത് 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഉരച്ച് കഴുകേണ്ട ഒരാവശ്യമില്ല. കാരണം ഈ ക്ലോറക്സ് തട്ടിയാൽ തന്നെ ഇതിനുള്ള കറകളൊക്കെ താനെ ഇളകും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയാൽ വെച്ചാൽ മാത്രം മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കുക എന്ന് മാത്രം. നമുക്ക് സിങ്ക് നമ്മൾ ആദ്യം കണ്ടതിലേറെ നല്ല വെട്ടിത്തിളങ്ങി പുതിയൊരു സിങ്ക് വെച്ച പോലെ തോന്നും. അതിൽ എച്ചിലോ കറയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇളകിപ്പോകും കേട്ടോ. നമുക്ക് സിങ്ക് ഫിറ്റ് ചെയ്ത അന്നത്തെ അതേപോലുള്ള ഒരു തിളക്കം വരെ കിട്ടും കിച്ചൺ സിങ്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡയും വിനെഗറും വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഇത് കൂട്ടിനെ നമുക്ക് കിച്ചണിലുള്ള ടൈലുകളിലുള്ള കറകളൊക്കെ നമുക്ക് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. ഗ്യാസ് സ്റ്റവ് വെച്ച ഭാഗത്തൊക്കെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ പല എണ്ണകളും അതുപോലെ തന്നെ എല്ലാം തെറിക്കാനൊക്കെ ചാൻസ് കൂടുതൽ. അങ്ങനെ ആ ടൈലിൻ്റെ ആ ഭാഗത്ത് കുറച്ച് കൂടുതൽ കറകളൊക്കെ അടിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് തുടക്കുന്ന സമയത്ത് അത് പിടിച്ച് പോരാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള ഇതിലൊക്കെ ഇതുപോലെ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ഒന്നും വേണ്ട, വെറുതെ ജസ്റ്റ് ഇതൊന്ന് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ചെയ്താൽ മതി. പിന്നെ ഒന്ന് തുടച്ച് ഒരു തുണി കൊണ്ട് തുടക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയും. നല്ല പെട്ടെന്ന് പോകും, നല്ല ക്ലിയർ ആവും, ഒരു കറിയും പിടിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം അടിച്ച് കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ ഉരച്ചിട്ടൊന്നുമില്ല. ആദ്യം ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഉരച്ചിട്ടു, പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴിക്കുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മാറ്റം അറിയാൻ കഴിയും. കൂടുതൽ തിളക്കം കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച കറകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ഒന്ന് പോയി ഇതൊന്ന് ഉണക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ആദ്യം ഒന്ന് സ്പോഞ്ച് കൊണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തോട്ടും അതാക്കി കൊടുത്തിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഷൈനിങ് ആയി നിൽക്കുന്നത് കണ്ടോ, പുതിയ സിങ്ക് വെച്ച പോലെ നിൽക്കുന്നുണ്ട്. വീക്ക്ലി വൺസ് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിങ്കൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ പുതിയതുപോലെ ഉണ്ടാവും. ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് തന്നെ കിച്ചൻ്റെ ടൈലും
ഒക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്ന തോർത്തുമുണ്ടുകൾ കുറേ ദിവസം നമ്മൾ അലക്കാതിരുന്നാൽ ഇതുപോലെ മുഷിഞ്ഞ് ഒരു മഞ്ഞ കളറായിട്ട് മാറും. നമ്മൾ കുട്ടികളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടും. അതുപോലെ പല ടവൽസും നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ടവലുകൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള വഴിയാണ് ഈ ഞാൻ പറയുന്നത്. സാധാരണയായി നമ്മൾ ടവലുകളൊക്കെ ഇതുപോലെ തിളപ്പിച്ചാണ് വാഷ് ചെയ്യാറുള്ളത്. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി ഇടുക. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ടൈഡോ അല്ലെങ്കിൽ സർഫെക്സിലോ ഏരിയലോ ഏത് നമ്മുടെ വീട്ടിലുള്ള വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് 2 മൂടി ക്ലോറക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് അതിലോട്ട് നമുക്ക് വാഷ് ചെയ്യാനുള്ള ടവൽ ഇട്ട് കൊടുക്കുക. നല്ല കച്ചറയുള്ള ടവലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു വീക്ക്ലി വൺസ് ഇങ്ങനെ വാഷ് ചെയ്യണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. ഇത് കുറച്ച് ചളിയൊക്കെ ആയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. കുറച്ച് ചെളി പിടിച്ച ടവലാകുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുള്ളൂ. ഇപ്പോൾ കണ്ട വെള്ളത്തിൽ ഫുള്ളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടിട്ട് ഒരു 5-6 പ്രാവശ്യം ഒന്ന് ഒലുമ്പിയിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയാൽ മാത്രം മതി. അത്യാവശ്യം ചെടികളൊക്കെ അതിൽ നിന്ന് ഇപ്പം തന്നെ പോയിട്ടുണ്ട്. അധികം വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഇപ്പോൾ ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ആ ടവലിൻ്റെ കളർ കണ്ടോ? ഇങ്ങനെയൊക്കെ കിച്ചൺ ടവലായാലും നമ്മൾ ബാത്ത് ചെയ്യുന്ന ടവലായാലും ഇതുപോലെ വീക്ക്ലി വൺസ് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നിൽക്കും. നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ക്രീം കളറുള്ള ടവലായിരുന്നു കേട്ടോ. അതാണിതിങ്ങനെ നല്ല വൈറ്റ് കളറുള്ള ടവലാണെങ്കിൽ നമുക്ക് കുറച്ച് നീലൊക്കെ മുക്കിയാൽ നല്ല ഫുൾ പ്യുവർ വൈറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇതുപോലെ തന്നെ സോപ്പ് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സോപ്പ് പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം പതപ്പിച്ചെടുക്കണം. അത് കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ലപോലെ പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സോപ്പ് പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് ലയിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണ് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചാണ് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഞാൻ 1/2 ബക്കറ്റ് ഒരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ക്ലോറക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഒരു സംശയങ്ങളുണ്ടാകാം, ക്ലോറക്സ് നമ്മളിപ്പോൾ പാത്രങ്ങളിലൊക്കെ ഇട്ടാൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി, ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളിത് കുറേ വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് കൊണ്ട് ക്ലോറക്സിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ഭയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്യുന്നത് കൊണ്ട് ആ ക്ലോറക്സിൻ്റെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ പിന്നെ അത് തേച്ച് കഴുകുന്നില്ല. ഇതിന് ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളങ്ങോട്ട് ജസ്റ്റ് വാഷ് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കറ പിടിച്ച പാത്രങ്ങളും അതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും സ്പൂണ്, കയ്യിൽ, അതുപോലെ പ്ലേറ്റ്സ്, ബൗൾസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ചായ അരിക്കുന്ന അരിപ്പ എല്ലൊക്കെ ഉണ്ടാവില്ല, ഒരുപാട് കറകളൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഇതിലോട്ട് ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. വെറും 10 മിനിറ്റ് ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഉരച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ഉരച്ച് കഴുകുകയൊന്നും വേണ്ട. ഇത് കണ്ടോ, നല്ല പോലെ കപ്പൊക്കെ നല്ല ക്ലിയറായി പുതിയ കപ്പ് പോലെ ആയിട്ടുണ്ട്. ഫുൾ കറകളൊക്കെ അതിൽ പിടിച്ച ചായയുടെ കറകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ പോയിട്ട് പുതിയ കപ്പ് വാങ്ങിയ പോലെ ആയിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ബൗളായിരുന്നു. അപ്പോൾ ഇതിൽ മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. എല്ലാം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് കറ പിടിച്ചതും, മഞ്ഞളിൻ്റെ കറ, അതുപോലെ തുരുമ്പ് പിടിച്ചത്, സ്റ്റീൽ കുറേ കാലം കഴിയുമ്പോൾ ഈ സ്പൂണൊക്കെ തുരുമ്പ് പിടിക്കില്ല നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചാൽ. ചില സ്പൂണുകളൊക്കെ അതൊക്കെ പോവും. പിന്നെ അതുപോലെ ഈ വശങ്ങളിലൊക്കെ പറ്റി പിടിച്ച ചായയുടെ കറക്കെ ഇങ്ങനെ അതിന് പോകും. നമുക്ക് പിന്നെ ഉരച്ച് കഴിക്കേണ്ട ഒരാവശ്യമില്ല, വെറുതെ ജസ്റ്റ് ഇതിലിട്ട് വെച്ചാൽ മതി. ഈ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഡിസൈനുള്ള സ്പൂണൊക്കെ ആകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ഇതുപോലെ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് എത്ര സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴിക്കിയാലും ക്ലീൻ ആവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്തിട്ടാൽ മതി. ഞാൻ ആ ഒരു വെജിറ്റബിൾ വാഷ് ചെയ്യുന്ന കൊട്ടയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം അടിച്ച് കഴുകാറാണ് പതിവ്. ഇപ്പോൾ ഇതൊക്കെ കഴുകിയതിന് ശേഷം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതിൻ്റെ എല്ലാ ഇതും പുതിയ സ്പൂണ് പോലെ ആയിട്ടുണ്ട്. കുറേ പഴക്കമുള്ള സ്പൂണുകളാണ് ഇതൊക്കെ പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറ പിടിച്ച സ്പൂണോ അതുപോലെ സെറാമിക്കിൻ്റെ കപ്പ്, ചായ കുടിക്കുന്ന കപ്പൊക്കെ
എപ്പോൾ എത്ര വരച്ച് കഴിക്കാനും അതിൻ്റെ കറകളൊന്നും പോവില്ല. അപ്പോൾ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പാത്രങ്ങളൊക്കെ നമുക്ക് പുതിയതുപോലെ വെട്ടിത്തിളങ്ങിയിട്ട് കൊണ്ടുവരാൻ കഴിയും. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങി തന്നെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ചായയുടെ അരിപ്പൊക്കെ കണ്ടോ എല്ലാം ഫുൾ കറകളൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. കപ്പൊക്കെ എല്ലാം അതുപോലെ തന്നെ. ഇനിയിപ്പോൾ കഴിക്കുന്ന സെറാമിക് പ്ലേറ്റ് ആയാലും കുറേ കാലം മഞ്ഞക്കറയൊക്കെ ഉണ്ടാവും, അതും ഇതുപോലെ ചെയ്താൽ മതി. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കത്തിക്കരിഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യാനൊക്കെ മറന്നാൽ അത് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ആക്കുക ക്ലോറക്സ് വെച്ചിട്ടെന്നാണ് കാണിക്കുന്നത്. അത്തരത്തിൽ കത്തിക്കരിഞ്ഞ ഒരു കുക്കറാണ്. ഞാനിതിൽ നുറുക്ക് ഗോതമ്പ് വേവിക്കാനായിട്ട് വെച്ച സമയത്ത് കരിഞ്ഞ് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി തന്നെ ഇട്ട് കൊടുത്തത്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ തിളപ്പിച്ചെടുക്കാറാണ് പതിവ്. ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറേ നേരം ഗ്യാസിൽ വെച്ചിട്ട് തിളക്കുകയും വേണം, പിന്നെ അതുപോലെ തന്നെ കുറേ സമയം വെച്ചിട്ട് വരച്ച് കഴിക്കുകയും വേണം. അതിന് പകരമായിട്ട് ഞാൻ ഇതിലോട്ട് ചെയ്യുന്നത് ഈ ഒരു സോപ്പ് പൊടിയിലോട്ട് ഞാൻ ഇത് മുങ്ങണ രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് കത്തിക്കരിഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ അത്രയും ഭാഗമാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സോപ്പ് പൊടി ഈ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് ലയിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു പതയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ക്ലോറക്സും കൂടി ഒഴിച്ച് കൊടുക്കാം. ക്ലോറക്സും കൂടി ഒഴിക്കുമ്പോൾ നമുക്കിത് കുറേ സമയം നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ക്ലോറക്സിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പറ്റിപ്പിടിച്ച ആ കത്തിക്കരിഞ്ഞതൊക്കെ അങ്ങോട്ട് അടർന്ന് വരും, കുതിർന്നിട്ട് അടർന്ന് വരും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ക്ലോറക്സ് ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ കുക്കറൊന്നും അടച്ചു വെക്കുക. കുക്കർ ആണെങ്കിലും ഇപ്പോൾ ചായയുടെ പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ് അത് സാധാരണ കരിഞ്ഞ് വറ്റാറുള്ളത്. പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച് പോയാൽ നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നു പോയാൽ പാലൊക്കെ ഇതുപോലെ കരിഞ്ഞ് വറ്റാറുണ്ട്. അങ്ങനത്തെ ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. എന്തായാലും ഒന്ന് അടച്ചു വെക്കുക. ആ ചൂടൊന്ന് പുറത്ത് പോകാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകണം. നമുക്ക് പുറത്തും തൊട്ട് നോക്കിയാൽ തന്നെ അറിയാലോ ഇതിൻ്റെ ചൂട് പോകുന്നത്. അപ്പോൾ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് തുറന്നാൽ മതി. അതിന് മുമ്പായിട്ട് തുറക്കണ്ട കേട്ടോ. എന്തായാലും ഒരു 20 മിനിറ്റ് മിനിമം എങ്കിലും വെക്കുക. ഞാൻ അതിൽ കൂടുതൽ 1 മണിക്കൂർ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ഇങ്ങനെ കുതിർന്ന് നിൽക്കുന്നത്. നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് വരച്ച് നോക്കിയാൽ തന്നെ അറിയാം. മറ്റേ ആ സ്പൂണൊന്നും അതിലേക്ക് ഏൽക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഭാഗത്തുനിന്ന് ഇങ്ങനെ അടർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇത് മൊത്തത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇതുപോലെ അടർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിത് പുറത്തോട്ട് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതിലുള്ള കച്ചറകളൊക്കെ പോകുന്ന സമയത്ത് ഇത് കണ്ടത് ഫുള്ളായിട്ട് അതിൻ്റെ ഇതാണ് അതിൽ അടുക്കി പിടിച്ച് കണ്ടോ. ഇപ്പോൾ കുക്കർ കണ്ടോ അടി ഫുള്ള് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അടുപ്പത്തൊക്കെ വെച്ച് തിളപ്പിക്കണമെങ്കിൽ എത്രത്തോളം സമയം തിളപ്പിക്കേണ്ടി വരും, എത്രത്തോളം സമയം നമുക്ക് വരച്ച് കഴിക്കേണ്ടി വരുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്ക് വെറുതെ ഡിഷ് വാഷർ ലിക്വിഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വരച്ച് കഴിക്കാം. ജസ്റ്റ് ഒന്ന് വരച്ച് കഴിക്കാൻ മതി. അതിൻ്റെ ഉള്ളിലെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പൂൺ കൊണ്ടല്ല ഇത്രയും സമയം വരച്ചത്. അപ്പോൾ അതും ബാക്കിയുള്ളതും കൂടി ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടത് മൊത്തത്തിൽ ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ ആദ്യം ഉള്ളതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഒന്നും അത് അടുക്കി പിടിച്ചതിൻ്റെ യാതൊരു അടയാളം പോലും അതിലില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ക്ലോറക്സ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാണ്ട്. നമുക്ക് ബാത്റൂമിൽ പറ്റിപ്പിടിച്ചിട്ട് കറകളൊക്കെ ഈ ഒരു ക്ലോറക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്ലോസറ്റിലും അതുപോലെ തന്നെ വാഷ് ബേസിനിലും പിന്നെ അതുപോലെ ടൈൽസിലൊക്കെ പിടിച്ച കറകളൊക്കെ ഞാൻ ആദ്യം സിങ്ക് ക്ലീൻ ചെയ്തല്ലോ ആ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് കറകളൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എല്ലാ ടിപ്പും പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.